നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. രാജ്യം രോഷത്തിലും നിരാശയിലുമാണെന്ന് ജോൺ ബ്രിട്ടാസ് MP. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം. മീനച്ചിലാറ്റിൽ മുങ്ങി മരിച്ച രണ്ടാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹവും കണ്ടെടുത്തു. മരിച്ചത് അടിമാലി സ്വദേശി അമൽ. മുണ്ടക്കയം തെക്കേമല സ്വദേശി ആൽബിന്റെ മൃതദേഹം സംസ്കരിച്ചു. വിശ്വാസ നിറവിലേക്ക് പുതുപ്പള്ളി പള്ളി. നാളെ രാവിലെ പൊന്നിൻകുരിശ് ത്രോണോസിൽ സ്ഥാപിക്കും. വിറകിടിയിൽ ഘോഷയാത്ര ഉച്ചകഴിഞ്ഞ്. വെച്ചൂട്ട് ബുധനാഴ്ച. പാമ്പാടിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി റോഡരികിൽ തള്ളിയ കേസ്. കമ്മൽ വിനോദും ഭാര്യയും കുറ്റക്കാർ. ശിക്ഷ പിന്നീട് വിധിക്കും. വാർത്തകൾ വിശദമായി. ജനവിഭാഗങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനോടും അതിന് നേതൃത്വം നൽകുന്ന വർഗീയ കക്ഷിയോടും അവിശ്വാസമാണുള്ളതെന്ന് ജോൺ ബ്രിട്ടാസ് MP. രാജ്യം രോഷത്തിലും നിരാശയിലുമാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ചങ്ങനാശ്ശേരിയിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരിയിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധ സമ്മേളനം നടത്തി. ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം ചെയ്തു. വിശ്വാസിക്കും അവിശ്വാസിക്കും തുല്യതയോടെ കഴിയാൻ ഭരണഘടന അവകാശം നൽകുന്ന നാടാണ് ഇന്ത്യയെന്നും, എന്നാൽ പുതിയ വഖഫ് നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ രജിസ്റ്ററിൽ ഉൾപ്പെടാത്ത വർഷങ്ങൾ പഴക്കമുള്ള പള്ളികൾ സർക്കാരുമായി ബന്ധപ്പെട്ട ഭൂമിയാണെന്ന് വരുത്തി പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. 22 അംഗങ്ങൾ ഉള്ള പുതിയ വഖഫ് ബോർഡിൽ 12 പേർ അമുസ്ലിങ്ങളാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു ഭിന്നിപ്പ് സൃഷ്ടിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും അവർ ദൈവങ്ങളെയും ഭിന്നിപ്പിക്കുകയാണെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. പാർലമെന്റിന്റെ കോമ്പൗണ്ടിനോട് ചേർന്നൊരു പള്ളിയുണ്ട്. എത്രയോ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളാണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ രജിസ്റ്ററിലേക്ക് ഇതൊക്കെ ഉൾപ്പെടുത്തണം. രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു ചോദ്യം വരും, ഈ പള്ളിയുടെ രേഖയുടെ 300 വർഷം മുമ്പുള്ള രേഖയാണ്. നമ്മൾ താമസിക്കുന്ന വീടിന്റെ രേഖകളില്ലാത്ത പാവങ്ങളുള്ള ഈ രാജ്യമാണ് ഇന്ത്യ. മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി SM ഫുവാദ് അധ്യക്ഷനായി. ഡോക്ടർ ജുനൈദ് ജൗഹരി അൽ അസ്രി മുഖ്യപ്രഭാഷണം നടത്തി. പുതുപ്പള്ളി പ്രസിഡന്റ് അഡ്വക്കേറ്റ് TP അബ്ദുൽ ഹമീദ്, ഡോക്ടർ അർഷാദ് ഹലാഫി ബാഖവി, ഹക്കീം പാറയിൽ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മീനച്ചിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹവും കണ്ടെത്തി. അടിമാലി സ്വദേശി അമൽ K. ജോമോന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 4 പേരടങ്ങുന്ന സംഘം ഭരണങ്ങാനത്തെ കടവിൽ കുളിക്കാനെത്തിയത്. 2 പേർ നീന്തി രക്ഷപ്പെട്ടെങ്കിലും മുണ്ടക്കയം തെക്കേമല സ്വദേശി ആൽബിൻ ജോസഫും അമലും മരണപ്പെട്ടിരുന്നു. ആൽബിന്റെ മൃതദേഹം ഇന്നലെ ലഭിച്ചിരുന്നു. മീനച്ചിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മുണ്ടക്കയം പാരൂർക്കാവ് പന്തപ്ലാക്കൽ ബിജു ജോസഫിന്റെ മകൻ ആൽബിൻ ജോസഫിന്റെ മൃതദേഹം തിരച്ചിൽ സംഘം ഇന്നലെ കണ്ടെത്തിയിരുന്നു. വിദ്യാർത്ഥികളെ കാണാതായ മീനച്ചിലാറ്റിലെ വെലുങ്ങവാർ കടവിന് 200 മീറ്റർ താഴെ ഭരണങ്ങാനം ക്ഷേത്രക്കടവിൽ ഇന്നലെ വൈകുന്നേരം 4ഓടെയാണ് ആൽബിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ഇയാൾക്കൊപ്പം കാണാതായ അടിമാലി, കരിങ്കുളം, കൈപ്പമ്പ്ലാക്കൽ അമൽ K. ജോമോനെയാണ് ഇന്ന് രാവിലെ 7ഓടെ തുടങ്ങിയ തെരച്ചിലിൽ 10ഓടെ കണ്ടെത്തിയത്. ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകളായ ടീം എമർജൻസി, നന്മക്കൂട്ടം സംഘങ്ങളാണ് തിരച്ചിൽ നടത്തിയത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഡീൻ കുര്യാക്കോസ് MP, ജോസ് കെ മാണി MP, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, മാൻസി കപ്പൻ MLA, പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ, സാവിയോ കാവുകാട്ട്, ടോണി തൈപ്പറമ്പിൽ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനം നടത്തുന്നിടത്ത് എത്തിയിരുന്നു. ആൽബിൻ ജോസഫിന്റെ മൃതദേഹം ഭരണങ്ങാനം അസിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൊതുദർശനത്തിന് എത്തിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി പള്ളിയിൽ പ്രധാന പെരുന്നാൾ ആഘോഷങ്ങൾ തുടങ്ങി. നാളെ രാവിലെ 11-ന് പൊന്നിൻകുരിശ് ത്രോണോസിൽ സ്ഥാപിക്കും. ഉച്ചകഴിഞ്ഞാണ് വിറകിടിയിൽ ഘോഷയാത്ര. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ പെരുന്നാളിന്റെ പ്രധാന ദിവസങ്ങളിലേക്ക് കടന്നു. ഇതോടെ പള്ളിയിലേക്ക് എത്തുന്ന വിശ്വാസികളുടെ തിരക്കേറി. ഈ മാസം 7 വരെയാണ് പ്രധാന തിരുനാൾ. കൽക്കുരിശിന് മുൻപിലും തിരുശേഷിപ്പിങ്കിലും വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൽക്കുരിശിലെ ചുറ്റുവിളക്കിൽ സദാസമയവും തിരികൾ എരിയുന്നു. ഇവിടെ കൂപ്പുകൈകളോടെ പ്രാർത്ഥിക്കുന്നവരും എണ്ണ ശേഖരിച്ചു മടങ്ങുന്നവരും എങ്ങും പ്രാർത്ഥനാന്തരീക്ഷം നിറയ്ക്കുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 11-ന് പൊന്നിൻകുരിശ് മദ്ബഹിൽ പ്രതിഷ്ഠിക്കും. 401 പവൻ വരുന്ന പൊന്നിൻകുരിശ് പെരുന്നാൾ ദിനങ്ങളിലാണ് പുറത്തെടുക്കുന്നത്. പൊന്നിൻകുരിശിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ശക്തിയും ചൈതന്യവും ആവാഹിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പൈശാചിക ശക്തികളിൽ നിന്നുള്ള മോചനത്തിനും വേദനകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ആശ്വാസത്തിനും പൊന്നിൻകുരിശ് ദർശനത്തിലൂടെ സാധിക്കും എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ഭാരതീയ വാസ്തുവിദ്യ ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ് പുതുപ്പള്ളി പള്ളിയുടെ മദ്ബഹ. താമര, മയിൽ, മുന്തിരിവള്ളി, 4 ഇതൾ പൂവ്, പ്രാവ്, മത്സ്യം, പക്ഷിമൃഗാദി
ഉപാധികൾ, സൂര്യചന്ദ്രന്മാർ, ഇരുതലയുള്ള പക്ഷി, വാദ്യോപകരണങ്ങൾ തുടങ്ങിയ പ്രതീകങ്ങൾ മദ്ബഹയിൽ ഉണ്ട്. നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഘോഷയാത്രയും വിറകിടൽ ചടങ്ങും നടക്കും. വൈകിട്ട് 4:30-ക്കാണ് പന്തിരുനാഴി പുറത്തെടുക്കുന്നത്. 5:30-ക്ക് പരിശുദ്ധ ബസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പെരുന്നാൾ സന്ധ്യാ നമസ്കാരം നടക്കും. 7-ാം തീയതിയാണ് പുതുപ്പള്ളിക്കവല ചുറ്റിയുള്ള പ്രദക്ഷിണം. വലിയ പെരുന്നാൾ ദിനമായ 7-ാം തീയതി പുലർച്ചെ 1 മണിക്ക് വെച്ചൂട്ടിനുള്ള അരിയിടൽ ചടങ്ങ് നടക്കും. പരിശുദ്ധ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 9-ന്മേൽ കുർബാന നടക്കും. തുടർന്ന് വെച്ചൂട്ട് നേർച്ച സദ്യ. 23-ാം തീയതി കൊടിയിറങ്ങുന്നതുവരെ പള്ളിയിൽ ഗീവർഗീസ് സഹദായുടെ സാന്നിധ്യ അനുസ്മരണ ദിനങ്ങളായി ആചരിക്കും. ഈ ദിവസങ്ങളിൽ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം പയ്യപ്പാടി മലകുന്നം സന്തോഷിനെ കൊലപ്പെടുത്തി ശരീരം കഷ്ണങ്ങളാക്കി മുറിച്ച് ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച സംഭവത്തിൽ മീനടം പീടികപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുട്ടമ്പലം സ്വദേശി കമ്മൽ വിനോദ് എന്ന് വിളിക്കുന്ന AR വിനോദ് കുമാറും ഭാര്യ കുഞ്ഞുമോളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി 2 ജഡ്ജി ജെ നാസറാണ് ഇവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ശിക്ഷ പിന്നീട് വിധിക്കും. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, കൂട്ടായ കുറ്റകൃത്യം എന്നിവയാണ് കോടതി കണ്ടെത്തിയത്. 2017 ഓഗസ്റ്റ് 23-ന് രാത്രിയിലായിരുന്നു കൊലപാതകം. വിനോദിന്റെ ഭാര്യ കുഞ്ഞുമോളും കൊല്ലപ്പെട്ട സന്തോഷുമായി ബന്ധമുണ്ടായിരുന്നെന്നും ഇതിൽ വിനോദിനുള്ള വൈരാഗ്യമാണ് സന്തോഷിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആത്മീയതയുടെയും സംസ്കാരത്തിന്റെയും പ്രതീകമാണ് അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രമെന്ന് മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ. തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ മാസം 10-ന് ആരംഭിക്കുന്ന അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിനു വേണ്ടി നിർമ്മിച്ച സത്രശാലയുടെ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആത്മീയതയുടെയും സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും പ്രതീകമാണ് അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രമെന്ന് മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ. തൃക്കൊടിത്താനം മഹാദേവ ക്ഷേത്രത്തിൽ ഈ മാസം 10-ന് ആരംഭിക്കുന്ന 5-ാമത് അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിന് വേണ്ടി നിർമ്മിച്ച സത്രശാലയുടെ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സത്രം മതപരമായ ചടങ്ങ് മാത്രമല്ല, ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വേർതിരിവുകളില്ലാതെ നമ്മുടെ വിശ്വാസവും സംസ്കാരവും പാരമ്പര്യവും ഒന്നാണെന്ന സന്ദേശമാണ് സത്രങ്ങൾ നൽകുന്നത്. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ നാടുകളിൽ നിന്നുള്ളവരെ ഭക്തരെ സത്രം ഏകോപിപ്പിക്കുകയാണ്. കേരളത്തിന്റെ ആത്മീയതയുടെയും ശില്പ സൗന്ദര്യത്തിന്റെയും പ്രതീകങ്ങളാണ് തൃച്ചിറ്റാറ്റ്, തൃപ്പുലിയൂർ, ആറന്മുള, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം ക്ഷേത്രങ്ങളെന്നും ഗവർണർ CP രാധാകൃഷ്ണൻ പറഞ്ഞു. Sometimes we don't realize. Without knowing the historical background of the temple, it will be hard for us to believe. We are having in our own town the most powerful deity, the most powerful God, the most powerful Vigraha, the most powerful temple, that we don't realize it. As every day we cross over, so we took it very lightly. But if we go through deeply into the history of the temple and the creation of the temple, by whom it has been created, that is all unbelievable but miracle. സത്രസമിതി ചെയർമാൻ B. രാധാകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. പഞ്ച ദിവ്യദേശ ദർശൻ സെക്രട്ടറി പ്രസാദ് കളത്തൂർ, സത്രസമിതി കൺവീനർ വിനോദ് G. നായർ, ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി PR രാജേഷ്, ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ VS ഐശ്വര്യ എന്നിവർ പ്രസംഗിച്ചു. ജഗദീഷ് ഐരടത്ത് രചിച്ച സത്രഗീതം ഗവർണർ പ്രകാശനം ചെയ്തു. ക്ഷേത്രത്തിലെ ഗോശാല ഗവർണർ സന്ദർശിച്ചു. തൃക്കൊടിത്താനം മഹാദേവ ക്ഷേത്രത്തിൽ 10 മുതൽ 17 വരെയാണ് അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദിവ്യക്ഷേത്രങ്ങളിൽ പെടുന്ന ഒരു മഹാക്ഷേത്രമാണ് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ 6 അടി പൊക്കമുള്ള കരിങ്കൽ തൂണും അതിന് മുകളിലായി കൃഷ്ണശിലയിൽ തീർത്ത ഒരു ആൾരൂപവുമുണ്ട്. കഴുവേറ്റിക്കല്ല് എന്നാണ് കരിങ്കല്ലിൽ കൊത്തിയ ഈ പ്രതിമ അറിയപ്പെടുന്നത്. ചങ്ങനാശ്ശേരിക്കടുത്ത് തൃക്കൊടിത്താനത്ത് സ്ഥിതി ചെയ്യുന്ന ദിവ്യദേശങ്ങളിൽ പെടുന്ന ഒരു മഹാക്ഷേത്രമാണ് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. അത്ഭുത നാരായണൻ എന്നറിയപ്പെടുന്ന മഹാവിഷ്ണുവാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. കൂടാതെ ഭഗവാന്റെ ദശാവതാരങ്ങളിൽ 4ാമത്തേതായ നരസിംഹമൂർത്തിയും തുല്യ പ്രാധാന്യത്തോടെ ഈ ക്ഷേത്രത്തിലുണ്ട്. പാണ്ഡവരിൽ ഇളയവനായ സഹദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വാസം. ധാരാളം കൊത്തുപണികളും അതിസൂക്ഷ്മമായി കൂട്ടിവിളക്കിയ കല്ലുകളും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ക്ഷേത്രത്തിലെത്തുന്ന ആരെയും ആകർഷിക്കുന്ന ഒന്നാണ് കഴുവേറ്റിക്കല്ല് എന്നറിയപ്പെടുന്ന കരിങ്കല്ലിൽ തീർത്ത പ്രതിമ.
കിഴക്കേ നടയ്ക്കും ക്ഷേത്രക്കുളത്തിനും മധ്യേ 6 അടി പൊക്കമുള്ള ഒരു കരിങ്കൽ തൂണും അതിന് മുകളിലായി പൂണൂൽധാരിയായ ഒരാൾ ഇടതുകൈയിൽ ഒരു ശംഖുമായി കിടക്കുന്ന കൃഷ്ണശിലയിൽ തീർത്ത രൂപമാണിത്. പണ്ട് അമ്പലപ്പുഴ രാജ്യം ഭരിച്ചിരുന്ന ചെമ്പകശ്ശേരി രാജാവ് വൈകിട്ട് ശീവേലി കഴിഞ്ഞ് അമ്പലമടച്ച സമയം വരികയും ദർശനം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അനുവദിക്കാതിരുന്നപ്പോൾ മാരാരെ കൊണ്ട് ശംഖ് ഊതിച്ച് ബലമായി ക്ഷേത്രം തുറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ രാജാവ് മരിച്ചു വീഴുകയും ചെയ്തു. ആ സംഭവത്തിന്റെ സ്മരണാർത്ഥമാണ് ദുഷ്പ്രവൃത്തി ചെയ്യുന്നവർക്ക് ശിക്ഷ ഉടൻ തന്നെ ഉണ്ടാകും എന്ന് ഏവരെയും അറിയിക്കാൻ കഴുവേറ്റിക്കല്ല് എന്ന കരിങ്കൽ പ്രതിമ സ്ഥാപിച്ചതെന്ന് ഐതിഹ്യമാലയിൽ പറയുന്നു. ക്ഷേത്രത്തിന് സമീപത്തായി വൈഷ്ണവ ഗോശാലയുമുണ്ട്. ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കായുള്ള പാലും നെയ്യുമെല്ലാം ഗോശാലയിലെ പശുക്കളിൽ നിന്നാണ്. കൂടാതെ 3 ഏക്കറോളം വരുന്ന സ്ഥലമുള്ള വിശാലമായ ക്ഷേത്രകുളവും ഇവിടുത്തെ പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്നും എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണം ചെയ്യും. മഞ്ഞ കാർഡ് ഉടമകൾക്ക് 1 ലിറ്ററും പിങ്ക്, നീല, വെള്ള കാർഡ് ഉടമകൾക്ക് 1/2 ലിറ്റർ വീതവുമാണ് ലഭിക്കുക. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണിത്. മഞ്ഞ, നീല കാർഡ് ഉടമകൾക്ക് 1 വർഷമായും മറ്റ് കാർഡ് ഉടമകൾക്ക് 2.5 വർഷത്തിലേറെയായും മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നില്ല. പാലാ നഗരത്തിൽ നിരന്തരമുണ്ടാകുന്ന വൈദ്യുതി തടസ്സം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലാ KSEB ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയും നടത്തി. നിരവധി വ്യാപാരികൾ പങ്കെടുത്തു. വൈദ്യുതി വിതരണ രംഗത്ത് പാലാ നഗരത്തിൽ നിരന്തരം ഉണ്ടാകുന്ന വിതരണ തടസ്സം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും യൂത്ത് വിംഗ് പാലാ യൂണിറ്റും ഇന്ന് KSEB പാലാ ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയും നടത്തി. വിതരണ രംഗത്ത് നിരന്തരം ഉണ്ടാകുന്ന പ്രതിസന്ധി, വ്യാപാര രംഗത്ത് കനത്ത നഷ്ടം നേരിടേണ്ടി വരുന്ന ഹോട്ടൽ വ്യാപാരികൾ, മെഡിക്കൽ ഷോപ്പുകൾ, ബേക്കറികൾ, കുൾബാറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി മുഴുവൻ വ്യാപാര മേഖലയിലും വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നതുകൊണ്ട് വൻ സാമ്പത്തിക ബാധ്യതകളാണ് ഉണ്ടാകുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. കുരിശുപള്ളിക്കവരിൽ നിന്നും ആരംഭിച്ച പ്രകടനം വൈദ്യുതി ഭവന് മുമ്പിൽ സമാപിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് വക്കച്ചൻ മറ്റത്തിലെ MP ധർണ ഉദ്ഘാടനം ചെയ്തു. കാരണം ഈ ചാർജ് എവിടെ നടക്കാതിരിക്കുന്നത് ഇവിടെയൊക്കെ അവർ ഫീസ് വരികയും കറണ്ട് കണക്ഷൻ ചെയ്യുന്ന കേരള KSEB ഇന്ന് വളരെയധികം നഷ്ടത്തിൽ കൂടുന്ന ഈ സംസ്ഥാനം എങ്ങനെ ഓടുന്നു അറിയണമെന്ന് നമുക്ക് ട്രിവാൻഡ്രം ചെയ്യുന്ന അറിയാം. ട്രിവാൻഡ്രത്താണ് ഇവിടെ ഓഫീസ്. ഇത് ഭരിക്കുന്നവരുണ്ട്, മന്ത്രിയുണ്ട്, എല്ലാവരും. ഒരു കാരണവശാലും ഞങ്ങളുടെ വിഷമഘട്ടം അറിയുന്നു. ജനറൽ സെക്രട്ടറി BC ജോസഫ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോൺ ദർശന, സെക്രട്ടറി എബിസൺ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ 25ാമത് ജില്ലാ സമ്മേളനം പാലാ ടൗൺ ഹാളിൽ നടന്നു. ടൗൺ ചുറ്റി പ്രകടനത്തിന് ശേഷം നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് KS സോമൻ, സെക്രട്ടറി S സതികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം രോഷത്തിലും നിരാശയിലുമാണെന്ന് ജോൺ ബ്രിട്ടാസ് MP. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം. മീനച്ചിനാറ്റിൽ മുങ്ങി മരിച്ച 2ാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹവും കണ്ടെടുത്തു. മരിച്ചത് അടിമാലി സ്വദേശി അമൽ. മുണ്ടക്കയം തെക്കേമല സ്വദേശി ആൽബിന്റെ മൃതദേഹം സംസ്കരിച്ചു. വിശ്വാസ നിറവിലേക്ക് പുതുപ്പള്ളി പള്ളി. നാളെ രാവിലെ പൊന്നിൻകുരിശ് ത്രോണോസിൽ സ്ഥാപിക്കും. വിറകിടിൽ ഘോഷയാത്ര ഉച്ചകഴിഞ്ഞ്. വെച്ചൂട്ട് ബുധനാഴ്ച. പാമ്പാടിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി റോഡരികിൽ തള്ളിയ കേസ്. കമ്മൽ വിനോദും ഭാര്യയും കുറ്റക്കാർ. ശിക്ഷ പിന്നീട് വിധിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.